ഹായ് എവരി വൺ, വെൽക്കം ടു ആതിര കോൺസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് എങ്ങനെയാണ് 80+ സെക്യൂർ ചെയ്യുക എന്നുള്ളത് ഫോർ ദ CBT-1. ഓക്കെ, ലാസ്റ്റ് 2025 എക്സാമിന് എനിക്ക് സെക്യൂർ ചെയ്ത മാർക്ക് എന്ന് പറയുന്നത് 73 ആയിരുന്നു ഫോർ ദ ഗ്രാജുവേറ്റ്. ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റ് അല്ല, ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ 73 മാർക്ക് ചെയ്തതെന്ന് പറയാം. ആദ്യം തന്നെ ഞാൻ പറയേണ്ട കാര്യം, എനിക്ക് GKയിൽ മാർക്ക് കുറവായിരുന്നു, എനിക്ക് GK വീക്കാണ്. ഓക്കെ, ഇവൻ ദോ GK വീക്കാണെങ്കിലും ഞാൻ മാത്സും റീസണിങ്ങിലും എൻ്റെ ഫുൾ അറ്റംപ്റ്റ് ചെയ്തായിരുന്നു വിത്ത് ഫുൾ അക്യുറസി. അതുകൊണ്ട് തന്നെ എനിക്ക് 60 ഇതിൽ സെക്യൂർ ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പ്രൂവൻ സ്ട്രാറ്റജിയാണ് ഫോർ മൈ മാത്സ്. ഓക്കെ, ആദ്യം ഞാൻ മാത്സിൻ്റെ കാര്യം പറയാം. ഓക്കെ, ആദ്യം മാത്സ് എല്ലാവരും പറയും, ഒരു എക്സാം തുടങ്ങുമ്പോൾ നമുക്ക് ഏത് സെക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഡിസ്കഷൻ പോലെ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ചൂസ് ചെയ്യാൻ പറയുന്നത് ആദ്യം GK ആണ്. ഓക്കെ, GK ആകുമ്പോൾ ഒരു 10 or 15 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവാം എന്ന് പറയും. ഓക്കെ, ബട്ട് ഞാൻ ആദ്യം ചൂസ് ചെയ്യുന്നത് മാത്സ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ മാത്സ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് അവിടെ ഫ്രഷ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ എറർ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മൈൻഡ് ഫുൾ ഓഫ് എനർജി ആയിരിക്കും. അങ്ങനെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഹൈ എനർജറ്റിക്കലി ഇരിക്കുമ്പോൾ നമുക്ക് അത്രയും മിസ്റ്റേക്ക് വരാനുള്ള ചാൻസസ് ലിറ്റിൽ ബിറ്റ് കുറവാണ്. ഓക്കെ, അപ്പോൾ മാത്സ് ചൂസ് ചെയ്യുക. മാക്സിമം മാത്സിന് എടുക്കേണ്ടത് 40 മിനിറ്റ്സ് ആണ്. ബിക്കോസ് 30 മാർക്സ് അല്ലേ നമുക്കുള്ളൂ. അപ്പോൾ 40 മിനിറ്റ് എന്ന് പറയുന്നത് അധികമാണ്. നിങ്ങൾ 25 to 30 മിനിറ്റ്സോളം നിങ്ങൾക്ക് ഇതിൽ തന്നെ നമുക്ക് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഗോട്ട് ഇറ്റ്. മിക്കവാറും റെയിൽവേനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വൈസ് ചോയ്സ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, മാക്സിമം 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോകും, 2 അല്ലെങ്കിൽ 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോകും. കാരണം ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് കാൽക്കുലേറ്റീവ് ആയിരിക്കും. കാൽക്കുലേറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് ഫുൾ വാല്യൂ ഇരുന്ന് ചെയ്യണം എന്നില്ല. ഓപ്ഷൻസ് ഒരു വാല്യൂ കിട്ടിയതും ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കും. അപ്പോൾ 115 ആണെന്നുണ്ടെങ്കിൽ 15.67, പക്ഷേ 14, 13 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15 കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക. 0.6 അങ്ങനെ ഒന്നും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതല്ലെങ്കിൽ ഓപ്ഷനിൽ എങ്ങനെയും 2 ഓപ്ഷൻസ് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്ന ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ മാക്സിമം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഒരു 20 സെക്കൻഡ്സ് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുക. ഓക്കെ, എന്നിട്ട് മനസ്സിലാക്കുക ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണോ എന്ന്. ഇനി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇഫ് ഇറ്റ് ടേക്ക് മോർ ദാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉടനെ എന്ത് ചെയ്യുക, മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. ഓക്കെ, അവിടെ തന്നെ സ്റ്റക്ക് ആയത് നിൽക്കരുത്. ബിക്കോസ് എന്തെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ്, 1 മാർക്കാണ്. പക്ഷെ നമ്മളിപ്പോൾ മോർ ദാൻ 2 മിനിറ്റ്സ് ഓർ 3 മിനിറ്റ്സ് ആ ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്താൽ നമുക്ക് റിമൈനിങ് വരുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി വരുന്ന GKയിലോ അതുപോലെ റീസണിങ്സിലോ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ടൈം അതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ സെക്ഷണൽ ടൈമിംഗ് ഇല്ല, നമുക്ക് ഓവറോൾ ടൈമിംഗ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈസായിട്ട് നല്ല രീതിയിൽ ടൈമിനെ യൂട്ടിലൈസ് ചെയ്യുക. ഗോട്ട് ഇറ്റ്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് മാത്സ് ആണ്. മാത്സിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. അതായത് നമുക്ക് ആദ്യം സിംപ്ലിഫിക്കേഷൻ, നമ്പേഴ്സ്, ഏരിയസ്, വേർഡ് പ്രോബ്ലം. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന്, മിക്കവാറും വേർഡ് പ്രോബ്ലം ഈസി ആയിരിക്കും, അത്ര ഡിഫിക്കൽട്ട് ഉണ്ടാവില്ല. ആൾജിബ്ര അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കുറച്ചും കൂടി പിന്നെയും നമുക്ക് കാൽക്കുലേറ്റീവ് ആയിട്ട് വരുന്നത്. അങ്ങനെ കാൽക്കുലേറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക, സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എല്ലാം അറ്റംപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്കിപ്ഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ഗോ ത്രൂ ചെയ്യുക. എന്നിട്ട് ഗോ ത്രൂ ചെയ്തിട്ട് അതിൽ നിന്നും ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം എത്ര മിനിറ്റിൻ്റെ ഉള്ളിലായിരിക്കണം, 40 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, സി ദ ഈഗോ ട്രാപ്പ് എന്ന് പറഞ്ഞു അല്ലേ. അതെന്താ ഈ ഈഗോ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ, ഈവൻ എത്ര മാത്സിൽ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ചെയ്യുകയാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഇപ്പോൾ CA ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് എൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് എനിക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് കാൽക്കുലേറ്റീവ് ആണെന്ന്. ഈവൻ ദോ ഞാൻ എന്ത് ചെയ്യും, അതെൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇഫ് ഇറ്റ് ടേക്സ് 1 മിനിറ്റ് മോർ ദാൻ, എനിക്കറിയില്ല അത് 1 മിനിറ്റ് കൂടുകയോ അതൊന്നും
ഞാൻ അവിടെ ടൈം നോക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. എന്താ, നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന് സോൾവ് ചെയ്ത് പോകണം എന്ന് മാത്രമേ തോന്നുള്ളൂ അല്ലേ. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഈഗോ ആണ് നിങ്ങൾ അവിടെ മാറ്റി വെക്കേണ്ടത്. എന്ത് തന്നെയായാലും, എത്ര നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും ഫേവറേറ്റ് ടോപ്പിക് ആണെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് എന്ത് തന്നെയാണ്, ഒരു മാർക്കാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വിട്ടിട്ട് വരാനല്ല പറയുന്നത്, എല്ലാ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടും ആ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈം കൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഉടനെ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യണം. അത്രയും സമയം നമുക്കവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ഏത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ലോജിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ഓക്കെ, സ്കിപ്പ് ചെയ്യാന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ വീണ്ടും റീവിസിറ്റ് ചെയ്യാതെ ഇരിക്കരുത്. അത് എക്സാം ആഫ്റ്റർ ഫിനിഷിങ് ഓൾ യുവർ മാത്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഒന്ന് റീചെക്ക് ചെയ്യുക. ഗോട്ട് ഇറ്റ്. ഇനി അടുത്തത് GK ലാഗ്. ഇപ്പോൾ ഞാൻ റീസണിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ല അല്ലേ. സെക്കൻഡ്, ഇപ്പോൾ റീസണിങ് ആണ് സെക്കൻഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. റീസണിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും ഒരു 25+ എങ്കിലും സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 30ൽ. അപ്പോൾ 30 ഫുൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അത്രയും പേഷ്യൻ്റോടുകൂടി ചെയ്യുന്ന ഒരാൾക്ക് 30+ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം റെയിൽവേയിലെ എക്സാംസ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ, ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് വെച്ചിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കോഡിങ് ഡീകോഡിങ് ആണ് വിചാരിക്കുക, അതൊരു 5 to 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ എക്സാം എഴുതുന്ന ടൈമിൽ ഇത് എത്ര ക്വസ്റ്റ്യൻസ് വരുന്ന നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ ഒരു പാറ്റേൺ വന്നു, നമുക്ക് ഇൻ ബിറ്റ്വീൻ ദ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 4 ആണെന്ന് ഒരു പാറ്റേൺ വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും അതേ ലോജിക്ക് ആണോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെക്ക് ചെയ്തിട്ട് അതാണെങ്കിൽ അത് ഉടനെ നോക്കുക. ഓക്കെ, എന്നിട്ട് വേറെ ലോജിക്ക് കണ്ടുപിടിച്ചാൽ മതി. മിക്കവാറും, കാരണം റിപ്പീറ്റഡ്ലി വരുന്ന പാറ്റേൺ ആയതുകൊണ്ട് സെയിം ലോജിക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഗോട്ട് ഇറ്റ്. അപ്പോൾ അല്ലാതെ എന്താ പറയുക, വേറെ പുതിയതിലേക്ക് കണ്ടുപിടിച്ച് ടൈം കളഞ്ഞ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. മാക്സിമം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കോഡിങ് ഡീകോഡിങ്ങിലേ വരുള്ളൂ. പിന്നെ നമുക്ക് സ്കോറിങ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് സർക്കുലർ അറേഞ്ച്മെൻറ്റ്, പിന്നെ ഫ്ലോറ്, ബോക്സ്, ഓക്കെ, പിന്നെ അങ്ങനെയുള്ള ഇതാണ്. നോർത്ത് ലീനിയർ ഫേസിങ് പീപ്പിൾ, ഔട്ട്സൈഡ് ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു വേരിയബിൾ വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഇതൊക്കെ സ്കോറിങ് ടോപ്പിക്സ് ആണ്. ഗോട്ട് ഇറ്റ്. അതുപോലെ ഇൻ്റർചേഞ്ചബിൾ വാല്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇതൊക്കെ സ്കോറിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് മാക്സിമം 25 to 30 മിനിറ്റ്സ്, 20 മിനിറ്റ്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റീസണിങ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം. ഗോട്ട് ഇറ്റ്. ഇനി അടുത്തത് GK. എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് GK ആണ്. ചിലപ്പോൾ എല്ലാവർക്കും GK വീക്ക് ആവണം എന്നില്ല. GK സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ 40ൽ നിങ്ങൾ ഷുവർ ആയിട്ടും 25+ എങ്കിലും സെക്യൂർ ചെയ്യണം. അപ്പം ഞാൻ എങ്ങനെ വിചാരിച്ചിട്ട് പോവുക വെച്ചാൽ, എനിക്കൊരു 10 to 15 എങ്കിലും അറ്റംപ്റ്റ് ചെയ്യണം. ഈ അറ്റംപ്റ്റ് ചെയ്യുന്നതിൽ ഒരു 10 മാർക്കെങ്കിലും എനിക്ക് കിട്ടണം. എനിക്ക് ഷുവറായിട്ട് അറിയും, ഞാൻ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്താൽ എനിക്ക് കൂടുതലും എന്തേ വരുള്ളൂ, നെഗറ്റീവ് വരുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ GKൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് അവിടെ കുറയ്ക്കാനായിട്ടാണ് നോക്കുക. കാരണം എനിക്ക് ഷുവർ അറിയാത്തൊരു കാര്യം ഞാൻ അറിയും എന്ന് പറഞ്ഞിട്ട് ഗസ് വർക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അത് റോങ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് എലിമിനേഷൻ മെത്തേഡ് നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ, മാത്സിൽ പറഞ്ഞ പോലെ എലിമിനേഷൻ ഓപ്ഷൻ മെത്തേഡ് എലിമിനേറ്റ് ചെയ്യാൻ എനിക്ക് അറിയുന്നവർ, GKക്ക് അറിയുന്നവർ അത് ചെയ്യുക. കാരണം യാതൊരു കൺസെപ്റ്റും ഐഡിയയും ഇല്ലാത്ത ഒരാൾ പോയിട്ട് GK എലിമിനേഷൻ നടത്തി കഴിഞ്ഞാൽ അതൊരു ഗസ് വർക്കാവും, റാൻഡം റോങ് ബ്ലണ്ടറായി മാറും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ GKയിൽ ഞാൻ കംപ്ലീറ്റ്ലി വീക്കല്ല, എന്നാലും ഞാൻ പഠിച്ചിട്ട് പോകുന്ന കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് കറണ്ട് അഫെയേഴ്സ് ആണ്. കറണ്ട് അഫെയേഴ്സ് പഠിക്കും, പിന്നെ സയൻസ് കുറച്ച് നോക്കും, അതുപോലെ തന്നെ ലൈക്ക് എക്കണോമിക്സ് പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കും, മോഡേൺ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് നോക്കും. ഓക്കെ, ഇത് വന്നാൽ എനിക്ക് പ്ലസ് ആണ്. വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൽ മാർക്ക് ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് ഞാൻ പഠിക്കാറ്. ഫുള്ളായിട്ട് ഞാൻ വൈഡ് ടോപ്പിക്സ് പഠിക്കാറില്ല, ബട്ട് കറണ്ട് അഫെയേഴ്സ് അത്യാവശ്യം നോക്കിയിട്ട് പോകുന്നത് വരാറുണ്ട്. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മാർക്ക് എനിക്ക് അവിടെ സ്കോറ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈവൻ ആഫ്റ്റർ 60 ചെയ്താലും ബാക്കിയുള്ളൊരു 10-12 മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റുമല്ലോ അല്ലേ. അതായത് കട്ട് ഓഫ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ 70+ ആവാം, ചിലപ്പോൾ 80 ആവാം. 80 ഒക്കെ സെക്യൂർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷുവറായിട്ടും കോമ്പറ്റീഷൻ ലെവൽ അത്രയും ഹൈ ആണെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കട്ട് ഓഫ് വരുള്ളൂ, ഇത്രയും മാർക്ക് വരുള്ളൂ എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത് പോകരുത്. എത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണോ അത് വിത്ത് അക്യുറസി അത് മെയിൻറ്റെയിൻ ആയിട്ട് ചെയ്യുക. ഗോട്ട് ഇറ്റ്. ഇനി
ഫൈനൽ മിസ്റ്റേക്സ്, അതായത് ഇത്രയും ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞു അല്ലേ. ഈ ചെയ്തതിൽ എൻ്റെ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് എന്താ? എൻ്റെ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് എനിക്ക് 3 മിസ്റ്റേക്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒന്ന്, കാൽക്കുലേഷൻ മിസ്റ്റേക്ക്, അതായത് സില്ലി മിസ്റ്റേക്ക് ആയിരിക്കും വരിക. ചിലപ്പോൾ ഞാനത് ശ്രദ്ധിക്കാതെ വേഗം ചെയ്യുന്നത്, ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നവിടെ, ഡിവിഷൻ ചെയ്യുന്നവിടെ എനിക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്സ് മാക്സിമം മാത്സിലാണല്ലോ വരാറ്. നമ്മൾ വിത്തൗട്ട് യൂസിങ് പെൻ ആൻഡ് പേപ്പർ ചെയ്യുമ്പോൾ ചിലപ്പോൾ മൈൻഡിൽ തന്നെ ചെയ്യുമ്പോൾ ചിലപ്പം ലിറ്റിൽ ബിറ്റ് കാൽക്കുലേഷൻ എറർ വന്നേക്കാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ പറയുന്ന റീചെക്ക് എന്ന് പറയുന്ന, റീചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റാണോ ഒന്ന് ജസ്റ്റ് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ മിസ്റ്റേക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റായി ചെയ്താൽ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഗോട്ട് ഇറ്റ്. അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ ലോജിക് മിസ്റ്റേക്ക് വരുന്നത് എന്താണ്? ഇപ്പോൾ പേഴ്സൺ സിറ്റിംഗ് റൈറ്റ് അല്ലെങ്കിൽ പേഴ്സൺ സിറ്റിംഗ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നത് റൈറ്റ് ആണെങ്കിലും നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ അറിയാതെ നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മുടെ അറിയാതെ ലെഫ്റ്റ് എന്ന് വന്നു പോകും. ഓക്കെ, അപ്പോൾ അവിടെ ലോജിക്കേ മിസ്റ്റേക്കായി, കൺസെപ്റ്റേ മിസ്റ്റേക്കായി, എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈവൻ അത് കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ചെയ്യുന്ന റോങ് ആൻസേഴ്സ് പോലും ഓപ്ഷൻസിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ക്ലാരിറ്റിയോടുകൂടി ചെയ്യുക. ഗോട്ട് ഇറ്റ്. പിന്നെ അടുത്ത മേജർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഗസ് വർക്കാണ്. ഈ ഗസ് വർക്ക് വരാനുള്ള മെയിൻ പോസിബിലിറ്റി ഏത് സെക്ഷനാണ്? GK-ക്കാണ്. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് അത്രയും ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ അയ്യോ ഈ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ, ഇത് നന്നായിട്ട് അറിയുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ നിന്ന് ചൂസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ സെലക്ഷൻ എടുക്കും അല്ലേ. ഇത് വരുമോ അത് വരുമോ എന്ന് പറഞ്ഞിട്ട് ഒരു വൈഡ് സെലക്ഷൻ നടത്തി റോങ് ആൻസേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഗസ് വർക്കേ വേണ്ട. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. NTPCയുടെ എക്സാമിന് മുന്നാകെ നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് ഈ ലാസ്റ്റ് 30 days ആണ്. ഈ ലാസ്റ്റ് 30 days ഓരോ ടോപ്പിക്കും നമുക്ക് വൈസായിട്ട് പഠിക്കുന്നത് നടക്കില്ല. മേ ബി അങ്ങനെ പഠിച്ചാലും ഓക്കെ ആണ്. പക്ഷേ നമുക്ക് ഓരോ ടൈപ്പ് വൈസ് വരുന്നത് എന്താണെന്നുള്ളത് പഠിക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതായത് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് അകത്ത് മൊത്തം 24 ടൈപ്പ് ഉണ്ടെങ്കിൽ ആ 24 ടൈപ്പും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ 24 ടൈപ്പ് പഠിച്ചടിച്ച് 24 ക്വസ്റ്റ്യൻസ് അവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 24 ക്വസ്റ്റ്യൻസിന് അപ്പുറം ഒരു ടോപ്പിക് ഒരു ക്വസ്റ്റ്യൻ പെർസെൻറ്റേജിൽ വരില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി അവിടെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അല്ലാതെ ഒരു 100 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ 30 ഡേയ്സിൽ ഓരോ ടോപ്പിക്കിലും വെച്ച് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതൊന്ന് ചെക്ക് ചെയ്യുക. ഗോട്ട് ഇറ്റ്. ഇനി അടുത്തത് സെക്ഷണൽ മോക്ക്. അപ്പോൾ ഫുൾ മോക്ക് ഇപ്പോൾ 1.5 മണിക്കൂർ ഇരിക്കാൻ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ സെക്ഷണൽ മോക്ക് അടിക്കാം. അതായത് ഒന്നില്ലെങ്കിൽ റീസണിങ് ആൻഡ് മാത്സിനാണ് നമുക്ക് സെക്ഷണൽ മോക്ക് കൂടുതലായിട്ട് അടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ചൂസ് ചെയ്യുക. ഒരുപാട് ടെസ്റ്റ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആയിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാറ്റ്ഫോം നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ ടെസ്റ്റ് സീരീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, സെക്ഷണൽ മോക്സും അതുപോലെ ഫുൾ ലെങ്ത് മോക്ക് എന്ന് പറയുന്നത്. പിന്നെ മോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അനാലിസിസ് ഓഫ് ദ ഗിവൺ മാർക്ക്. കാരണം നമുക്ക് കറക്റ്റാണ് അപ്പോഴും നമുക്കറിയാം. നമ്മൾ എക്സാംസ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ നോക്കുമ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസാണ് നമ്മൾ എങ്ങനെയാണ് റോങ് ആയിട്ട് ചെയ്തതെന്നുള്ളത് മനസ്സിലാവും. അപ്പം നമ്മുടെ വർക്ക് ഷീറ്റ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നമ്മൾ എവിടെയാണ് സോൾവ് ചെയ്തതെന്ന്, റോങ് ആയിട്ട് സോൾവ് ചെയ്തതെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2026 NTPC എങ്ങനെയും സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ ഇനി വരുന്ന അപ്കമിങ് ആയിട്ടുള്ള ഏത് എക്സാം ആയാലും ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡെയിലി നമ്മുടെ ചാനൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഈച്ച് ടോപ്പിക്കും അൺലോക്ക് ചെയ്തിരിക്കും. ഗോട്ട് ഇറ്റ്. താങ്ക് യു.